ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ഈ സെയിം റെസിപ്പി അല്ല കേട്ടോ. അതിനുവേണ്ടി കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് നാടൻ കോവയ്ക്കാണ്, ഇവിടെ വീട്ടിലുണ്ടായ കോവയ്ക്കാണ്. 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിൽ ഉപ്പിന് ആവശ്യത്തിലുള്ള ഉപ്പ് ഇത് പകുതി വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഇതിൽ വെള്ളം ചേർത്താൽ ഇത്ര ടേസ്റ്റ് വരില്ല. വെള്ളം ചേർക്കാതെ വെക്കുന്നതാണ് ടേസ്റ്റ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഈ കോവയ്ക്ക ഇട്ട് കൊടുക്കാമേ. കോവയ്ക്ക ഇങ്ങനെ വേണേലും അരിയാം, സ്ലൈസായിട്ട് വേണേലും അരിയാം. ഞാനിപ്പോൾ റൗണ്ടിലാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞ തീയിലാണ്, ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ. ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമേ. അടച്ച് വെച്ച് കൊടുക്കാമേ. തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇതിൽ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൊടികൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇതിൻ്റെ ഈ റോ ഫ്ലേവർ മാറാൻ വേണ്ടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇനി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങ ഇതിലിട്ട് ഇതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇത് മതിയേ. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ അല്ലാതെ കോവയ്ക്ക വെക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.